അതുകൊണ്ട് മന്ദബുദ്ധികളെ പള്ളിയിൽ കൊണ്ടുവരാൻ പാടില്ല. ജന്നിബു, ഒഴിവാക്കണം. ഇടപാടുകള്, കൊടുക്കല് വാങ്ങലുകള് പള്ളിക്കകത്ത് നടത്താൻ പാടില്ല. ബക്കറ്റ് രൂപയൊക്കെ എടുക്കുന്നതും കൊടുക്കുന്നതൊക്കെ അല്ലാഹു അഅലം. ഈ കാണിക്ക വഞ്ചിയുടെ ഒക്കെ പൈസ ഇതൊക്കെ ഹലാലോ ഹറാമോ? അല്ലാഹ്. ആരൊക്കെയാ കൊണ്ടിടുന്ന പൈസ? ഇതൊക്കെ എടുത്തിട്ടായിരിക്കും മുസ്ലിയാക്കന്മാർക്ക് ശമ്പളം കൊടുക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ നന്നാവാത്തത്. മനസ്സിലാകുന്നതാണ് സംഭവം. കാരണം ഈ പൈസ എവിടുന്ന് വരുന്നു? നമ്മളിപ്പോൾ ചിന്തിക്കണം. നമ്മൾ ഈ പള്ളിയിലെ പൈസകളെന്ന് പറയുന്നത്, ചില പള്ളികളിൽ ബാങ്കിന് വേണ്ടിയിട്ട് പള്ളിയുടെ കെട്ടിടം വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. LIC ഒക്കെ ഉണ്ട്. ഞാനൊക്കെ നിന്ന് ചങ്ങനാശ്ശേരി പള്ളിയിലൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. പള്ളിയിലെ മെമ്പറിൽ തന്നെ നിന്ന് പറഞ്ഞിട്ടുണ്ട് LICയുടെ ബോർഡ്. ഇതിൻ്റെ പൈസ വാങ്ങിയിട്ട് മൊയ്ലിയാക്കന്മാർക്ക് ഭക്ഷണം തന്നാൽ, ഞങ്ങൾക്ക് ചിലവിന് തന്നാൽ, ഞങ്ങൾക്ക് ശമ്പളമായിട്ട് തന്നാൽ ഹലാലാവൂല. എങ്ങനെ ഹലാലാവുന്ന സംഭവം? വേണ്ടാന്ന് പറയാൻ പറ്റുമോ? നമ്മൾ പട്ടിണിയായി പോയില്ലേ സംഭവം? അപ്പോൾ നമ്മളത് അറിയിക്കുക കമ്മിറ്റിക്കാരെ, ഇത് തെറ്റാണ്, ഇത് വാങ്ങിയാൽ നിങ്ങളിരിക്കുമ്പോൾ നിങ്ങളുടെ നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. അങ്ങനെ മനസ്സിലാക്കും. അപ്പോൾ ഈ കാണിക്ക വഞ്ചിയൊക്കെ നമ്മുടെ പള്ളികളിലൊക്കെ ഈ കാണിക്ക വഞ്ചി ഞാൻ പല പ്രാവശ്യം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നേർച്ചക്കുറ്റി, നേർച്ച വഞ്ചി എന്നൊക്കെ പറഞ്ഞിരിക്കും. പക്ഷേ ഇതിനകത്ത് വരുന്ന ഈ പൈസ ആരുടെ, എങ്ങനെയൊക്കെയുള്ള ആളിൻ്റെ പൈസ ആയിരിക്കും? അതാ നമ്മൾ ചിന്തിക്കുന്നില്ല ആരും. പൈസ വരണമെന്നാണ് നമ്മൾ നിയത്ത്. സൂക്ഷ്മതയുള്ളവരൊന്നും അത് വെക്കൂല. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് സൂക്ഷ്മതയുള്ളവർ. കാരണം ഈ പൈസകൾ പലരും ഹറാമായി കച്ചവടം ചെയ്യുന്നവൻ്റെ പൈസ അതിനകത്ത് കാണും, വ്യഭിചാരിയുടെ പൈസ അതിനകത്ത് കാണും, കള്ളുകൂടിയൻ്റെ പൈസ അവൻ കാണും, ചീട്ടുകളിക്കാരൻ്റെ പൈസ കാണും, പലിശക്കാരൻ്റെ പൈസ കാണും, ലോട്ടറി കച്ചവടക്കാരൻ്റെ പൈസ കാണും. അവൻ്റെ എല്ലാ ഹക്ക് അവനെല്ലാം 10, 200, 300 രൂപ ഒക്കെ അതിനകത്ത് നിക്ഷേപിച്ചിട്ട് പോകും. അതൊക്കെ എടുത്തിട്ട് നല്ല നിവർത്തി ഇസ്തിരിയൊക്കെ ഇട്ടിട്ടായിരിക്കും മുസ്ലിയാർക്ക് എണ്ണി പള്ളി കമ്മിറ്റി സെക്രട്ടറി കൊണ്ട് തന്ന് ഒപ്പിട്ട് വാങ്ങുന്നത്. അല്ലേ? കൂടുതൽ അങ്ങനെയല്ല. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തമുണ്ട്. നമുക്ക് അള്ളാഹടുത്ത് പറയാൻ പഠിച്ചാൽ നമുക്കറിയില്ല. അള്ളാഹ് എൻ്റെ ഉത്തരവാദിത്തം വഹിച്ച അന്നത്തെ ഞാൻ ഇരിക്കുന്ന സമയത്ത് 5 വർഷം റഹീമിക്ക ആയിരുന്നു സെക്രട്ടറി. അങ്ങേരത്ത് ജോലി അള്ളാഹ് എന്ന് പറയും. തീർന്നില്ലേ? അങ്ങേരുടെ കാര്യം തീർന്നു, അങ്ങേരുടെ കാര്യം പോയി. അപ്പം കമ്മിറ്റിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പള്ളിയുടെ വരുമാന മാർഗം ഹലാലാണോ ഹറാമാണോ എന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഫുലൂസ് വരട്ടെ എന്നാണ് നമ്മുടെ ചിന്ത. ആ ഫുലൂസ് നമുക്കുണ്ട്. അള്ളാഹിൻ്റെ വീട്ടിന് വേണ്ട. അള്ളാഹിൻ്റെ വീടാണ് ഞാൻ എത്രയും പറഞ്ഞത്, അള്ളാഹുവിൻ്റെ ഭവനമാണ്. അതിൽ വരുന്ന പണം എവിടെ നിന്നാണ്? ഷിർക്കിൻ്റെ പണം വരും, കുഫറിൻ്റെ പണം വരും. അതൊക്കെ ഉലമാക്കളോട് ചോദിച്ചോളി. എൻ്റെ ഒരു വീക്ഷണത്തിൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ മനസ്സിലാക്കിയതാണ്, ഞാൻ ചിന്തിച്ചതാണത്. ഇതെങ്ങനെ ശരിയാവും? ഒരുപക്ഷെ ഈ വരുന്ന പൈസകൾ ഇത് ആരുടെ, പല ഹറാമായ കച്ചവടക്കാരനും കാണും. അവൻ്റെ പൈസ ഒക്കെ ആയിരിക്കും കാണിക്ക വഞ്ചിയിൽ വരുന്നത്. ഇതൊക്കെ എടുത്തിട്ടായിരിക്കും നമ്മളവിടെ പള്ളിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളിത് ചിലവാക്കുന്നത്. ഇതുകൊണ്ട് നാളത്തെ അവസ്ഥ എന്തായിരിക്കും? വരുമാന മാർഗം എന്തായിരിക്കും? നാളത്തെ ആഖിറത്തിലെ ഹിസാബ് എന്തായിരിക്കും? അപ്പോൾ കാണിക്ക വഞ്ചികളൊക്കെ ഒഴിവാക്കിയിട്ട് നിത്യമായ ഒരു വരുമാന മാർഗത്തിനുള്ള വഴി കണ്ടെത്തണം നമ്മൾ. ഓരോ വീട്ടുകാരും അവൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ഭാഗം, ഒരു 10% മാറ്റി അള്ളാഹുവിൻ്റെ ഭവനത്തിന് വേണ്ടി കൊടുത്ത് ഒരു കെട്ടിടം ഉണ്ടാക്കുക, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കുക, ഒരു വീട് വാടകയ്ക്ക് ഉണ്ടാക്കിക്കൊട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പള്ളിയുടെ ഉത്തരവാദിത്തങ്ങൾ നടത്തട്ടെ. ഈ കാണിക്ക വഞ്ചിയൊക്കെ ഇട്ട് നമ്മൾ കൊണ്ടുപോയി കൊടുത്തിട്ട് ഈ കാണിക്ക വഞ്ചിക്കകത്ത് വീഴുന്ന പൈസ ഹലാലാണോ ഹറാമാണോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. നമുക്ക് കുറച്ച് പൈസ ഒക്കെ കിട്ടും, പക്ഷെ ആഖിറത്തിൽ ചെല്ലുന്ന സമയത്ത് മോനെ ഹിസാബ് അവിടെ ഇടികൊള്ളാൻ കമ്മിറ്റിക്കാർ തയ്യാറായെന്നോണം. ഉള്ള കാര്യം ഞാൻ ഇനി പറഞ്ഞില്ല എന്ന് വേണ്ട. എന്തായാലും ഈ സ്റ്റേജും മദ്രസയും ഈ പന്തലും നാളെ ആഖിറത്തിൽ ഉള്ള സാക്ഷ്യമാണ്. ഞാൻ എൻ്റെ പള്ളിയിൽ, ഞാൻ നിൽക്കുന്ന പള്ളിയിൽ പറയും, എനിക്ക് പേടിയൊന്നുമില്ലല്ലോ, അള്ളാഹെ പേടിച്ചാൽ പോരെ. കമ്മിറ്റിക്കാർ മാറ്റുമെന്നല്ലേ ഉള്ളൂ, അടുത്ത ജോലി കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ ആളുണ്ടല്ലോ നമുക്ക് ഇഷ്ടം പോലെ. പള്ളിയിലെ ജോലി എന്തിന്? വാതിലിപ്പോൾ ധൈര്യമായിട്ട് പറയാമല്ലോ, ആർക്കും ഒന്നും പറയാൻ പറ്റൂലല്ലോ. അടുത്ത വർഷം വാതിലിന് വിളിക്കൂലെന്നേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്, നല്ല കാര്യം തുറന്ന് പറയാമല്ലോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതേ ഞാൻ പറയുന്നുള്ളൂ. ചില പള്ളി കമ്മിറ്റിക്കാരുടെ ഒക്കെ പള്ളിയുടെ സ്ഥലങ്ങളൊക്കെ ബാങ്കിന് വേണ്ടി കൊടുക്കുന്നു. എന്തടിസ്ഥാനത്തിലാണ് ബാങ്കിനും LICക്കോ കൊടുക്കുന്നത്? ഫൈനാൻസ് ഇടാൻ വേണ്ടിയിട്ട്, വണ്ടിക്ക് ഓട്ടോറിക്ഷയ്ക്ക് ഫൈനാൻസ് ഇടാൻ വേണ്ടിയിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നു പള്ളിയുടെ സ്ഥാപനങ്ങൾ. അത് ഹറാമല്ലേ? എങ്ങനെ അത് ജായിസാകും? ചിന്തിക്കുക. അത് ഞാൻ പറഞ്ഞത്, ജായിസാകും. ലോട്ടറി കച്ചവടക്കാരന് വേണ്ടി പള്ളിയുടെ കട കൊടുക്കുന്നു. പള്ളിയുടെ കട ലോട്ടറി കച്ചവടക്കാരന് വേണ്ടി. അവൻ ലോട്ടറി കച്ചവടം ചെയ്തിട്ട് പള്ളിയിൽ മാസം തോറും ഇത്ര രൂപ നിക്ഷേപിക്കുന്നു. അപ്പോൾ ആളുകൾ ചോദിക്കും, അത് പള്ളി കമ്മിറ്റിക്കാർ അത് നമ്മൾ കൊടുക്കുന്നത് ഹലാലായിട്ട് കൊടുക്കുന്നു, അവ ഹറാമായ കച്ചവടം നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ കണ്ണുകൊണ്ട് കാണാമല്ലോ അവൻ ചെയ്യുന്ന കച്ചവടം ഹറാമാണെന്ന്. നിനക്കത് തടുക്കാം, നിനക്കത് തടയാം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ ബാധ്യതയാണ്. തടയാതെ കണ്ട് ആ ഹറാമിന്റെ പണമാണ് നിന്റെ പള്ളി, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് നീ സ്വരൂപിച്ചു കൂട്ടുന്നതെങ്കിൽ നാളെ റബ്ബിന്റെ മുന്നിൽ ഇതിന് നീ മറുപടി പറഞ്ഞേ മതിയാവൂ. അല്ലാതെ പൊന്നു മോനെ കാലങ്ങോട്ട് ചലിപ്പിക്കാൻ കഴിയില്ല, യാതൊരു സംശയമില്ല. അള്ളാഹു നമ്മുടെ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സമുദായത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.
ചില പള്ളിയിൽ നേർച്ചയായിട്ടോട്ട് വരുന്ന ഈ മുട്ടയൊക്കെ കാണാം. മുസ്ലിയാരത് ആംപ്ലേറ്റും പുൾസയായിട്ട് അടിച്ചു കൂട്ടി. അള്ളാഹു അല്ല, ജായിസാന്നോ എന്നോ നമുക്കറിയില്ല. മുട്ട ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം നമ്മളെയൊക്കെ പള്ളിയിൽ കൊണ്ടുഇങ്ങനെ വെക്കും മുട്ട. അപ്പം ഞാൻ ചോദിക്കുന്നതെടുത്ത് നിങ്ങൾ ലേലം പിടിച്ചു കൊടുക്കുക. ലേലം പിടിച്ച് ആരെങ്കിലും വാങ്ങുമോ? ഇതുപോലെ കൂടോത്രം ചെയ്താൽ കൊണ്ടുവന്നാന്ന് ആർക്കറിയാം സംഭവം. പിന്നെ മുസ്ലിയാർ വേണമെങ്കിൽ എടുത്ത് നിന്നോളാം കമ്മിറ്റിക്കാർ പറയും. കാരണം എന്താ, പോയ സാധനമല്ലേ പോകുന്നത്, അടിച്ചു വയ്ക്കട്ടെ അയാൾക്ക്. ഒന്നാതെ ഇവിടുന്ന് പോകുന്നില്ല. 9 മുട്ട എഴുതി കവർ കിട്ടിയിട്ടും അയാൾ പോകുന്നില്ല. ഇതെങ്കിലും തിന്നിട്ട് പോകുന്നേ പോയിക്കോട്ടെ എന്നായി സംഭവം, ഇയാൾ തിന്നാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഈമാനൊക്കെ ഉള്ളവർ ഹലാലായ സാധനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എഴുത്തും കുത്തുന്ന അവർക്ക് പേടിയൊന്നുമില്ല സംഭവം. ഇതൊക്കെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് വരയൊക്കെ വരച്ചിട്ട് പൈസ ആരാനുള്ളവൻ്റെ മുന്നിൽ കൊണ്ടുപോയി അവൻ പേടിച്ച് പൈസ ആരും സംഭവം ഇതിനകത്തൊന്നുമില്ല. നല്ലൊരു ബുൾസി അതിനകത്തുള്ളത്, അങ്ങനെയൊക്കെ കാണുന്ന സംഭവം. അപ്പം ഇതൊക്കെ അങ്ങനെ കൊണ്ടുപോയിക്കുമ്പോൾ അപ്പം അതൊക്കെ തിന്നാവോ? പള്ളിയിലെ കരിക്കൊക്കെ വെട്ടി കമ്മിറ്റിക്കാർക്ക് തിന്നാവോ? നല്ല കരിക്ക് എല്ലാവരും പോയ സമയം നോക്കി തക്കതായിട്ട് കയറി. ഉസ്താദന്മാർക്ക് വേണമെങ്കിൽ തിന്നാം. കാരണം അവർ ബൈത്തുൽ മാലിന് അനുവദിക്കപ്പെട്ട അവരൊരു ജോലിക്ക് വേണ്ടി ഒരു പുറം നാടുകളിൽ നിന്ന് പള്ളിയിൽ വന്ന് താമസിക്കുന്നവരാണ്. അതിൻ്റെ വെള്ളവും അവിടുത്തെ കരണ്ടും അവർക്ക് ആവശ്യമനുസരിച്ച് അവർക്കത് ഉപയോഗിക്കാം. ജമാഅത്ത് കമ്മിറ്റിക്കാർക്ക് പള്ളിക്കടെ തെങ്ങി കയറി കരിക്കിട്ട് കുടിക്കാൻ എന്ത് നിയമം? ഇവിടുത്തെ നിയമം അങ്ങനെ കുടിക്കുന്നതെന്നല്ല, ചില ആളുകൾക്ക് അവർ അങ്ങനെ കുടിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. പള്ളിക്ക് പ്രയോജനമില്ലാത്ത സാധനങ്ങൾ അതെടുക്കാം മറ്റുള്ളവർക്ക്. പള്ളിക്ക് പ്രയോജനമില്ല, അതുകൊണ്ട് യാതൊരു ഗുണവുമില്ല, ഫായിദ ഇല്ല, അങ്ങനത്തെ ചില സാധനങ്ങളുണ്ട്. അതൊക്കെ വേണമെങ്കിൽ മറ്റുള്ളവർക്ക് ആരെങ്കിലും എടുത്ത് എടുത്തുകൊണ്ട് പോകുന്നെങ്കിൽ പിന്നെ പള്ളിക്ക് ഒരു വരുമാനം ഇല്ലാത്ത സാധനമാണല്ലോ എന്ന് കരുതി നമുക്കത് ഒഴിവാക്കാം. പള്ളിക്ക് വരുമാനമുള്ള ഒരു സാധനവും നമ്മളത് ഉപയോഗിക്കാനോ എടുത്തു കൊണ്ടുപോകാനോ നമുക്ക് അനുവദനീയമല്ല. പള്ളിക്ക് വേണ്ടി നിയത്തി ചെയ്തെന്ന പൈസ അത് പള്ളിക്ക് തന്നെയായിരിക്കണം. അത് മറ്റൊരാളുടെ കൈകളിലേക്ക് അത് പോകാൻ ഒരിക്കലും അവകാശമില്ല. അത് ബൈത്തുൽ മാലിന്റെ സമ്പത്താണത്. അത് ബൈത്തുൽ മാലിന്റെ മുതൽ തന്നെയാണ്. അള്ളാഹുവിൻ്റെ ഭവനമാണ്, അതിനു വേണ്ടി കൊടുത്തതാണ്. ഇനി കൊടുത്ത പൈസ ഇപ്പോൾ അപ്പോൾ ഉസ്താദം പ്രസംഗിച്ച സ്ഥിതിക്ക് ഇപ്പോൾ ഒരു പലിശക്കാരൻ പള്ളിക്കട 10,001 രൂപ എന്ന് എഴുതിയേക്കണം. അതിൻ്റെ രസീതൊക്കെ ഞാൻ തരാം. അവൻ വീട്ടിൽ കൊണ്ടുവരും. എന്തായാലും ഹറാമായ പൈസയായ ഇതിപ്പോൾ നമ്മൾ എന്തായാലും പള്ളിക്ക് വേണ്ടി നിയത്തി ചെയ്താൽ പള്ളിക്ക് കൊടുക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് നമ്മുടെ പോക്കറ്റിൽ തന്നെ ഇരുന്നോട്ടെ, അൽഹംദുലില്ലാഹ്, കുഴപ്പമില്ല. എന്തിനാ പള്ളിക്ക് കൊണ്ടുപോകുന്നത്? അങ്ങനെ വാങ്ങൽ ജായിസാണോ? ഇങ്ങനെ വരുന്ന പൈസകൾ, ഈ ശുബഹത്ത്, അതായത് നമുക്കൊരു സംശയാസ്പദമായ നിലയിൽ വരുന്ന സമ്പത്തുകളൊക്കെ നമ്മൾ അതൊരു മറ്റൊരു ആവശ്യത്തിന് മാറ്റി വെച്ചേക്കണം. നമ്മൾ ഈ കഞ്ഞിയൊക്കെ റമദാൻ മാസത്തിൽ നോമ്പും പിടിച്ചിട്ട് കഞ്ഞി യവനൊക്കെ തരുന്ന കഞ്ഞിയൊക്കെ വാങ്ങിയ ഈ പാവം പിടിച്ച മക്കൾ നോമ്പ് പിടിച്ചിരിക്കുന്നവർ കൊടുക്കുന്നത്. മുസ്ലിങ്ങളുടെ പൈസ മേടിച്ചിട്ട് കഞ്ഞി മേടിച്ചിട്ട് കൊണ്ടുവന്ന് കൊടുക്കും. ഇതൊക്കെ ചിന്തിച്ചു നോക്ക്. കാഫിറുകളുടെ പൈസ മേടിച്ചിട്ട്, പലിശക്കാരൻ്റെ പൈസ മേടിച്ചിട്ട്, ലോട്ടറി കച്ചവടക്കാരൻ്റെ പൈസ മേടിച്ചിട്ട് ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ കുത്തിരി നോമ്പ് പിടിച്ച ഈ സാധുക്കൾക്ക് അവരുടെ നോമ്പ് തുറക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ കൊടുക്കുന്നത് ഈ ഹറാമ് തിന്ന് ജീവിച്ചവരുടെ പൈസ കൊണ്ടിട്ടുള്ള കഞ്ഞിയാണ്, ഈത്തപ്പഴമാണ്, ചായയാണ്, സമൂസാണ്. എങ്ങനെ ഇത് ജായിസാകും? നമുക്ക് കുറച്ച് പൈസ കിട്ടണം. ഹലാലായ സമ്പത്ത് കൊണ്ടല്ലാതെ, ഹലാലായ ഭക്ഷണം കൊണ്ടല്ലാതെ നോമ്പ് പിടിക്കാനും തുറക്കാനും പാടില്ല എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിക്കുമ്പോൾ ഈ പാവപ്പെട്ട സമുദായത്തെ മുഴുവനും ലലാലിയത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ഏത് വിഭാഗമാണ്? ചിന്തിക്കണം. കഞ്ഞി കമ്മിറ്റിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കഞ്ഞി കമ്മിറ്റിയിൽ ചുമ്മാല്ല പേര് തന്നെ അങ്ങനെ വന്നത്. കാരണം ഇതൊക്കെ നമ്മൾ ആരിൽ നിന്ന് വാങ്ങുന്നോ ആ പൈസ അത് ഹലാലോ ഹറാമോ നോക്കണം. ലക്ഷങ്ങൾ തന്നിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഹിന്ദുക്കൾ വരുന്നു, നല്ല ഹിന്ദു സഹോദരങ്ങൾ, അവർ നല്ല കച്ചവടക്കാരുണ്ട്, നമുക്കറിയാമല്ലോ. ഹലാലായ നിലയിൽ നല്ല കച്ചവടക്കാരുണ്ട്, ഹറാമായ നിലയിൽ കച്ചവടം ചെയ്യുന്നവരുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം. അങ്ങനെ ശുബഹത്ത്, സംശയമായ ചില സമ്പത്താണെന്ന് പള്ളിയിലേക്ക് വന്നതെങ്കിൽ അത് മാറ്റി വെക്കണം. എന്നിട്ട് മഹാന്മാരായ ആലിമ്യങ്ങളെ സമീപിക്കണം. ഉസ്താദെ, ഇങ്ങനെ കുറച്ച് പൈസ വന്നിട്ടുണ്ട്, അതിനെന്താണ് മസല? സമീപിക്കണം. അതിനെന്താണ് മസല? സമീപിക്കണം. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആരിവിടെ ചെയ്യുന്നുണ്ട്? അങ്ങനെ ചെയ്യുന്നുണ്ടോ? അതുകൊണ്ട് മസ്ജിദിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇടപാടുകളും കൊടുക്കല് വാങ്ങലുകളും മസ്ജിദിൽ നിന്ന് പുറത്താക്കണേ. അതൊക്കെ പുറത്ത്. പള്ളിക്കകത്ത് നമ്മൾ കച്ചവടക്കാരെ സംസാരിക്കാൻ പാടില്ല. പള്ളിയിൽ നമ്മൾ ഇടപാടുകൾ നടത്താൻ പാടില്ല. നിനക്കൊരാളാ പൈസ എന്നാ പിടിച്ചെന്ന് പറഞ്ഞ് പള്ളിക്കകത്ത് വെച്ചില്ല, വെളിയിൽ വാ. പക്ഷെ ആരും സൂക്ഷിക്കാറില്ല. കിട്ടാൻ വേണ്ടി ഞാൻ പള്ളിക്കകത്തിരുന്ന് ദുആരുന്നതാ. നീ പള്ളിക്കകത്ത് വെച്ച് തന്നാലും മതി, മിമ്പറി വെച്ച് തന്നാലും ഞാൻ മേടിച്ചോളാം ഞാന്നേ പറയുള്ളൂ. അല്ലെങ്കിൽ അവൻ്റെ കൈക്ക് പിടിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് വെളിയിൽ നിർത്തുന്ന അത് ആരും വാങ്ങാൻ നിൽക്കൂല. ഹദീസാണ്. നമ്മളെല്ലാം അതിന് വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത്. പള്ളിക്കകത്ത് നിങ്ങൾ ശബ്ദ കോലാഹലം നടത്തരുതേ. ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി. പള്ളിക്കകത്ത് സംസാരം
അനാവശ്യമായ സംസാരങ്ങളും ശബ്ദ കോലാഹലങ്ങളും മസ്ജിദിനകത്ത് നിങ്ങൾ നടത്തിയാൽ 30 വർഷത്തെ നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും. 30 വർഷം ആവശ്യമില്ലാത്ത സംസാരം പള്ളിക്കകത്ത് സംസാരിച്ചാൽ. ജുമാക്കൊക്കെ വരുമ്പോൾ കമ്മിറ്റിക്കാരുടെയൊക്കെ സംസാരവും ബഹളവും ഒക്കെ എന്താ പള്ളിക്കകത്ത്? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഉസ്താദെങ്ങാനും പറഞ്ഞാൽ കേൾക്കുമോ? ഉസ്താദിനെ ഒക്കെ ഹൗലിൽ കൊണ്ട് കുളിപ്പിച്ചിരുത്ത് അവിടെ ഇരുത്താൻ പറയും. ഉസ്താദിനെ ഇവിടെ ആര് കേൾക്കാൻ? മുസ്ലിം സമുദായം നിങ്ങൾ മനസ്സിലാക്കണം, മസ്ജിദിനകത്ത് ശബ്ദമുയർത്തി സംസാരിക്കരുത്. ഉമർ റളിയല്ലാഹു തആല പിടിച്ച് കഴുത്തിന് പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. ചെറിയ ഖുർആൻ തന്നെ ഉറക്കം ഓതാൻ പാടില്ല എന്നവരെ പഠിപ്പിച്ചിരിക്കല്ലേ മസ്ജിദ്. അതുകൊണ്ടാണ് പണ്ടത്തൊക്കെ മഹാന്മാർ പറയുന്ന മൈക്കിലൊന്നും പള്ളിക്കകത്ത് ഓതരുതെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണങ്ങൾ അതൊക്കെ തന്നെ അതിനോടുള്ള ഉറുമത്തുകൊണ്ടാണ്, അതിനുള്ള ഹുർമത്തുകൾ കൊണ്ടാണ്. ഇപ്പം നമ്മളിപ്പോൾ നല്ല എക്കോ ഒക്കെ വെച്ച് അടിച്ചു പൊളിച്ചൊക്കെ ഓതുകല്ലേ നമ്മൾ പള്ളിക്കകത്ത്. അത് പിന്നെ ഖുർആൻ ഓതാൻ വേണ്ടി ഉപയോഗിച്ചെന്നൊക്കെ അള്ളാഹത്തൊക്കെ പറഞ്ഞ് നിൽക്കാം, ഒരു എക്സ്ക്യൂസ് കാണുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ സംസാരിച്ചാലോ, ബേളം ഉണ്ടാക്കിയാലോ, വഴക്കുണ്ടാക്കിയാലോ, പള്ളി കമ്മിറ്റിക്കാരൻ ചർച്ച ചെയ്താലോ, കട്ടവന്റെ മോട്ടിച്ചവന്റെ കാര്യം പള്ളിക്കകത്ത് വെച്ച് സംസാരിച്ചാലോ, പുറത്തുവാ, പള്ളിയുടെ പുറത്തുവാ, മസ്ജിദിന്റെ വെളിയിൽ വാ, മസ്ജിദിനകത്തിട്ടല്ലാതെ സംസാരിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ച കാര്യമാണ്. അള്ളാന്റെ വീടാണ്, മലക്കളുടെ ശാപമുണ്ടാകും, നീ ദുഷിച്ചേ മരണപ്പെടുകയുള്ളൂ, പടച്ചവൻ നിന്നെ ശപിക്കും, അള്ളാന്റെ കോപമുണ്ടാകും, മലക്കുകൾ നിനക്കെതിരെ പ്രാർത്ഥിക്കും. അതുകൊണ്ട് മസ്ജിദിൽ നിന്ന് പുറത്തുവാ, ആ മസ്ജിദിനെ നീ ആദരിക്ക്, ബഹുമാനിക്ക്, മസ്ജിദിനെ ആദരിക്ക്, ബഹുമാനിക്ക്. മസ്ജിദിനകത്ത് വെച്ചുള്ള ശബ്ദ കോലാഹലങ്ങൾ പാടില്ല. അത് ഏത് ഗ്രൂപ്പായാലും നമ്മുടെ മസ്ജിദാണ്, നമ്മുടെ പള്ളിയാണ്, അള്ളാന്റെ വീടാണ്, അതിന്റെ പുറത്തേക്ക് വാ, നിങ്ങൾ പുറത്തേക്ക് വന്ന് സംസാരിക്കേ. അങ്ങനെ ഇനി നിങ്ങൾ നിങ്ങളുടെ മഹല്ലുകളിൽ ഒരു സംസാരം വന്നാൽ നിഷ്പക്ഷമതികളായ യുവാക്കളെ നിങ്ങൾ ഇരുകൂട്ടരെയും പിടിച്ച് പുറത്താക്കണം, അള്ളാഹ്ക്ക് വേണ്ടി പുറത്താക്കണം. പുറത്തു പോയി സംസാരിക്കരുത്, എന്ത് സംസാരം ആകട്ടെ, പള്ളിക്കകത്ത് വേണ്ട. മസ്ജിദാണ്, അള്ളാന്റെ വീടാണ്, അതിൽ പാടില്ല. നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്, ജന്നിബു റഫഅ അസ്വാതിക്കും, ആ മസ്ജിദിൽ നിന്ന് ശബ്ദ കോലാഹലങ്ങൾ പുറത്തേക്ക് പോകട്ടെ. കൊച്ചുകുട്ടികളെ പോലും കയറ്റെന്ന് പറയുമ്പോൾ പിന്നെ ശബ്ദിക്കുന്നവരെയൊക്കെ പിടിച്ചു പുറത്താക്കണം നിർബന്ധമായിട്ട്, ഇല്ലെങ്കിൽ അത് നോക്കി നിൽക്കുന്നവരെ സാക്ഷ്യമാണ്. ഇവൻ മാരിപ്പുറത്ത് പാര വയ്ക്കും, അടിക്കട്ടളിയാ, അവരൊക്കെ കഴിഞ്ഞ കമ്മിറ്റിയിൽ നമുക്ക് വോട്ടിരാത്തവനല്ലേ, കട്ടിക്കട്ടെ, കാണട്ടെ. നിന്നെ നാളെ അള്ളാഹു സുബ്ഹാനഹു കുണുക്കിട്ട് പോക്കുന്ന ആളെ, ആ മൂലക്കിരുന്ന് ആ പാര വയ്ക്കുന്നവനെ നിങ്ങൾ പറഞ്ഞു, ഹലോ മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് പോ പ്ലീസ്, പള്ളിക്ക അള്ളാന്റെ വീടാണ്, നിങ്ങൾ പുറത്തേക്ക് പോയി സംസാരിക്കുക, ആ മദ്രസയിലോട്ട് പോ, നിങ്ങൾ പുറത്തേക്ക് പോയി എന്ന് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാം. ഇനിയെങ്കിലും പറയണം, ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് പറയുമോ? പറയണം, നമ്മുടെ ബാധ്യത അല്ലേ. എന്ത് സംസാരിച്ചോട്ടെ, മസ്ജിദിന് വിളിപ്പിക്കോ, കമ്മിറ്റിക്കാർക്കെതിരെയോ അനുകൂലമായിട്ടോ, എന്തായാലും പള്ളിയിൽ നിന്ന് വെളിയിപ്പോ, നമ്മുടെ ബാധ്യതയാണ്. അള്ളാന്റെ വീടാണ്, സൂക്ഷിക്കണം. നിങ്ങളുടെ മയ്യത്ത് വെച്ച് നിസ്കരിക്കേണ്ട പള്ളിയാണ്, 5 നേരം നമ്മൾ അള്ളാന്റെ മുന്നിൽ കൈകെട്ടി നമസ്കരിക്കുന്ന പള്ളിയാണ്, അതിനകത്ത് സംസാരിക്കാൻ പാടില്ല. അള്ളാന്റെ റസൂലിന്റെ വാക്കാണ്, ആ ശാപം മുഴുവനും ഇറങ്ങും. ഹബീബന റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൂടെ കേട്ടോ, യജിഉ യൗമൽ ഖിയാമത്തിൽ മസാജിദ്, നാളെ ഖിയാമത്ത് നാളിൽ മസ്ജിദുകൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വരുമത്രേ. ഫയഖൂലു, ആ മസ്ജിദ് വിളിച്ചു പറയുകയാണ്, യാ റബ്ബി, പടച്ചവനെ, അത്തലൂനി വലയ്യഊനി വഖറബൂനി, എന്നെ പാഴാക്കിയ സമുദായമാണ് അല്ലാഹുവേ, എന്നെ നശിപ്പിച്ച സമുദായമാണ് അല്ലാഹുവേ, എന്നെ തകർത്ത് കളഞ്ഞ സമുദായമാണ് അല്ലാഹുവേ, എന്റെ ഉള്ളിൽ കിടന്ന ശബ്ദ കോലാഹലങ്ങൾ നടത്തിക്കൊണ്ട് അല്ലാഹുവേ, ഈ പവിത്രമായ മസ്ജിദുകളെ മലീമസപ്പെടുത്തിയ സമുദായമാണ് അല്ലാഹ്, അവരെ നീ കൈകാര്യം ചെയ്യണേ പടച്ചവനെ എന്ന് നാളെ ഖിയാമത്ത് നാളിൽ മസ്ജിദ് വന്ന് അല്ലാഹുവിനോട് പരാതി പറയുമെന്ന് ഔ കമാ ഖാല ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസ്ജിദ് നാളെ അല്ലാഹുവിന്റെ മുന്നിൽ പരാതി പറയും. ഇത് നോക്കി നിന്നിട്ട്, ഈ തമ്മാടിത്തരം കണ്ടിട്ട് നോക്കി നിൽക്കുന്ന സഹോദരങ്ങളെ നാളെ പൊക്കും അല്ലാഹു തആല. അല്ലാഹ്, ഇവരൊക്കെ നോക്കുന്നവരാണ്, ഇവരൊക്കെ നോക്കുന്നവരാണ്, ഇവരൊക്കെ നോക്കുന്നവരാണ്, എല്ലാരെയും സാക്ഷ്യം വഹിപ്പിക്കും അവിടെ, വെറുതെ ഒന്നുമല്ല അള്ളാന്റെ വീട്. അതുകൊണ്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അല്ലാഹുവിന്റെ ഭവനത്തിന് ഉള്ളിൽ വെച്ച് ശബ്ദമുയർത്തി സംസാരിക്കുകയോ നിങ്ങൾ ആരെയും കൊലക്കത്തി കൊണ്ട് ഉപയോഗിക്കുകയോ ചെയ്യരുതേ. വാൾപ്പയറ്റ്, കൊല, കൊള്ളിവെപ്പ് മസ്ജിദിനകത്ത് പാടില്ല. വസല്ല സുയൂഫിക്കും, നിങ്ങൾ വാൾപ്പയറ്റ് നടത്തേണ്ടത് പള്ളിക്കകത്തല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്, 1000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ നാട്ടിലെ പള്ളിക്കുള്ളിൽ നമ്മൾ കാണുന്നു.
കൊല ചെയ്യപ്പെടുന്നു പള്ളിക്കകത്ത് വെച്ച് തന്നെ. അല്ലാഹു അക്ബർ. പള്ളിക്കകത്ത്. ആര്? RSS കാരും BJP കാരൊന്നുമല്ല, നമ്മുടെ കാക്കാമാര് തന്നെ. അതാ രസം. പള്ളിക്കകത്ത് വെച്ച് നിസ്കരിക്കാൻ വരുന്നു, ചെറിയ കത്തിയും കൊണ്ടുവരുന്നു, നിസ്കാരം കഴിഞ്ഞു, അവനെ കൊല്ലുന്നു, കുത്തുന്നു മസ്ജിദിനകത്ത് വെച്ച്. എല്ലാവരും ഇത്ര ഒരു 10 മിനിറ്റ് മുമ്പ് നിസ്കരിച്ചത് ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി. ഇന്നി വജ്ജഹത്തു വജ്ഹിയ ഫത്രസ്സമാവാതി വൽ അർള ഹനീഫ മുസ്ലിമ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നമസ്കാരം, എൻ്റെ ദുആ, എൻ്റെ നമസ്കാരം, എൻ്റെ ഹജ്ജ്, എൻ്റെ സ്വലാത്ത്, എൻ്റെ ദിക്ർ എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ മിമ്പറിന്റെ മുന്നിലിട്ട് ഈ സഹോദരനായ മുസ്ലിം സഹോദരനെ ക്രൂരമായി കൊന്നുകളയുന്നത് മസ്ജിദിനകത്ത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സല്ല സുയൂഫിക്കും, വാൾപ്പയറ്റ് പള്ളിക്കകത്ത് പാടില്ല, പുറത്തേക്ക് പോ. വത്തഖിദൂ അബ്വാബഹാ അൽ മതാഹിറ, പള്ളി നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണേ. പള്ളിയിൽ നിങ്ങൾ നല്ല മണവസ്തുക്കളെ പുരട്ടണേ. പള്ളിയിൽ സുഗന്ധദ്രവ്യങ്ങൾ പുകയ്ക്കണേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വജമ്മിറുഹാ ബിൽ ജുമഅ, എല്ലാ വെള്ളിയാഴ്ച രാവിലെ ബഖൂർ പുകയ്ക്കണേ, ഊദ് പുകയ്ക്കണേ. എല്ലാ വെള്ളിയാഴ്ച രാവും, എല്ലാ വെള്ളിയാഴ്ച രാവും മാത്രമല്ല, എല്ലാ ദിവസങ്ങളിലും നല്ല ബഖൂർ, നല്ല ഊദ് ഗൾഫുകാരൊക്കെ പള്ളിയിൽ കൊണ്ടു കൊടുക്കണം. ഇതൊരുമാതിരി ചാണാത്തിനകത്ത് ഉണ്ടാക്കിയ കുറെ തിരി കൊണ്ടുവന്ന് കത്തിച്ച് വെച്ച് പള്ളിക്കകത്ത് മൊത്തം നാറ്റം പിടിപ്പിക്കാനും ഉള്ള നജീസ് മുഴുവനും പള്ളിക്കകത്ത് കയറ്റാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ബഖൂർ പുകയ്ക്ക്. ബഖൂർ അതെന്ന് പറഞ്ഞാൽ 350 രൂപ ഒരു 100 ഗ്രാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 രൂപ എടുത്താൽ 30 എണ്ണം കിട്ടും, 3 കവർ കിട്ടും. അതല്ലേ ലാഭം. എന്നാൽ ചാണകത്തിനകത്ത് കുറച്ച് അത്ര പൂശിയിട്ട് കുറച്ച് തീക്കനലിനകത്തിട്ട് പള്ളിക്കകത്തൊന്ന് പോയിച്ചാൽ പോരെ. ഏറ്റവും വലിയ ഹെയറല്ലേ, എളുപ്പം കാര്യം നടക്കുമല്ലോ. എളുപ്പം. എന്നിട്ട് ആ തിരി കൊണ്ടുവന്ന് മെഹ്റാബിന്റെ അരികിൽ കൊണ്ടുപോയി ആ കവറ്, അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോൾ ഒരു പെണ്ണ് അതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നതാണ്. അല്ലാഹു അക്ബർ. അവക്ക് വേണ്ടിയിട്ട് നിസ്കാരം ശരിയല്ലേ? ഇന്ന് നിങ്ങൾ പള്ളിയിൽ പോയിട്ട് ആ കവറെടുത്ത് വെച്ച് നോക്ക്. മിമ്പറിന്റെ അരികിൽ ഇരിക്കുന്ന, മെഹ്റാബിന്റെ അരികിൽ ഇരിക്കുന്ന, പള്ളിക്കകത്ത് ഇരിക്കുന്ന ആ തിരിയുടെ കവറിനകത്ത് ആരായിരിക്കുന്നത്? ശ്രീലക്ഷ്മി ശരിക്കല്ലേ? ആരും ചിന്തിക്കുന്നുണ്ടോ? ബഖൂർ എന്ന് പറഞ്ഞാൽ വില കൂടുതലാണ് സാധനമൊന്നും. അത് പോയിക്കാൻ പറ്റും നമ്മളെ കൊണ്ട്. നല്ല മണമായിരിക്കും സംഭവം. അറബികളൊക്കെ പള്ളിയിൽ കൊണ്ടുവന്ന് എല്ലാ ജനലിലും കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും. നല്ല അത്തറ്, നല്ല അത്തറ്, നല്ല ഊത. നിസ്കരിക്കാൻ വരുന്നവരെ ഇങ്ങനെ കുറച്ച് പറ്റിയിട്ട് നിസ്കരിക്കും. ഭയങ്കര റാഹത്താണ്, നല്ല നല്ല ബർക്കത്താണ്. നിസ്കാരത്തിന് തന്നെ ഒരു വല്ലാത്തൊരു ദമ്മും ഗുമ്മുമാണ് സംഭവം. മനസ്സിലായില്ലേ? നമ്മൾ കൊണ്ടുവന്ന് വെക്കുക, നമ്മൾ കൊണ്ടുവയ്ക്കാൻ നോക്കി ഒരു കടിച്ചു മാറ്റി കൊണ്ട് പോകാൻ വേണ്ടി അത്തറ് വിടുന്നില്ല. പിന്നെ പള്ളിയിലത്തെ പൈസയുടെ കാര്യം പറയണോ? സംഭവം അത്തറ് വിടുന്നില്ല സംഭവം. അതുകൊണ്ട് അറബികൾ ചെയ്യുന്നൊരു പണിയുണ്ട്. അതിൻ്റെ അടപ്പങ്ങ് മാറ്റി ഊരിയിട്ട് ചുമ്മാ വയ്ക്കത്തേ ഉള്ളൂ. ചെറിയ കുപ്പിക്ക് അടപ്പമില്ല, ഇങ്ങനെ പറ്റി എടുക്കുക. നമ്മളത് വെച്ചു കൊടുക്കണം. പള്ളിയിൽ നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുക. വലിയ റാഹത്ത. സുബഹി നിസ്കരിക്കാനൊക്കെ വരുമ്പം അത്രയൊക്കെ പൂശിയിട്ട് പള്ളിയിൽ വരണോ? അത്ര ഇതുമാതിരി ഒരുമാതിരി ഇന്നലെ കൊടുത്ത ആ മുണ്ടുമായിട്ട് വരുമ്പോൾ ഒരുമാതിരി എരുത്തിൽ നിന്ന് തൊഴുത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന പോലത്തെ വാടയാ രാവിലെ നിസ്കരിക്കാൻ വരുന്ന ആൾക്കാർക്ക്. ശരി, അത്ര പറ്റിക്കൊണ്ടൊക്കെ സുബഹിക്ക് പള്ളിക്ക് വന്നൂടെ? രാവിലെ കുളിച്ചിട്ട് ആഴത്തായിട്ട് വരില്ല, ഒരു ഭയങ്കര ബർക്കത്താ. രാവിലെ കുളിച്ചിട്ടൊക്കെ അത്ര പൂശിട്ട് വരുമ്പോൾ സ്പ്രേ അടിക്കണ്ട. സ്പ്രേ എന്ന് പറയുമ്പം അതിനകത്ത് ആൽക്കഹോൾ ഇല്ലെങ്കിൽ അടിക്കാം. ഇപ്പൊ ദുബായിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന കുഴപ്പമില്ല, അതിനകത്തൊന്നും ആൽക്കഹോൾ ഇല്ല എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അടിച്ച് നമുക്ക് വരാം. അത്രയാണ് ഏറ്റവും സുന്നത്തായ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ പൈസ അത്തർ വാങ്ങാൻ വേണ്ടി ചെലവ് ചെയ്തിരുന്നു എന്ന് ഹദീസിൽ കാണാം. അത്തർ വാങ്ങാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങൾക്കും വാങ്ങിക്കൊടുക്കണം. നല്ല ഊദ് മസ്ക് അബിയൽ വാങ്ങിക്കൊടുക്കണം. അവർ ശരീരത്തിൽ പുരട്ടണം, വസ്ത്രത്തിലല്ല, അകത്തിങ്ങനെ ശരീരത്തിലൊക്കെ പുരട്ടണം. കുളിച്ചൊക്കെ കഴിഞ്ഞ് അവർ പറ്റണം. ബാത്റൂമിൽ ഇങ്ങനെ വെച്ചു കൊടുക്കണം. ബാത്റൂമിൽ വെച്ച ഷാമ്പാന്ന് പറഞ്ഞിട്ട് തലേ തേക്കും. വരവില്ല സാധനത്തിന്, തല 20 പൈസ കുറവാണ്. അപ്പം അതുകൊണ്ട് കുളിച്ച് കഴിഞ്ഞ് പുരട്ടാനുള്ളതാണ് സവിയാന്നും പറഞ്ഞ് പ്രത്യേകം ഇത് എഴുതി വെച്ചേക്കണം. ഇത് കുളിച്ച് കഴിഞ്ഞ് പുരട്ടുന്ന സാധനമാണ്. ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ നല്ല മസ്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കണം. മസ്ക് അബിയൽ വാങ്ങി കൊടുക്കണം. നല്ല മണമാണ് ശരീരത്തിലൊക്കെ, നല്ല റാഹത്തായിട്ട്. വിയർക്കും തോറും നല്ല മണം ഉണ്ടാവും. അതൊക്കെ ഫുലൂസ് ചിലവാകുന്ന സാധനം, അതൊക്കെ വാങ്ങിക്കൊണ്ട് കൊടുക്കണം. ഇത് ഈ ഉമ്മ 25 രൂപയുടെ മജ്മാട് അത്രയും മേടിച്ചുകൊണ്ട് പെണ്ണുങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കും. എന്തിനാ അറിയോ? എൻ്റെ അടുത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി. അത് സാധനം പരട്ടി അതിൻ്റെ പരിസരത്ത് പോലും മടി. മയ്യത്തിനകത്ത് മൊത്തം ഇതാ പൊതിഞ്ഞു കൊടുക്കുന്നത്. 3 ദിവസം വരെ മയ്യത്തിനെ ചോദ്യം ചെയ്യാൻ മലക്കളേ വരില്ല. കാരണം ഈ സാധനത്തിൻ്റെ സ്മെല്ല് കൊണ്ടായത്.
ഈ മയ്യത്തിനോടൊക്കെ എന്തൊരു ക്രൂരതയായി കാണിക്കുന്ന സംഭവം ഈ മജുമ എന്ത് പിന്നെ ജാസ്മിൻ എന്ന് പറഞ്ഞൊരു സാധനം. വെണ്ടയ്ക്ക പുഴുങ്ങിയതിൻ്റെ സ്മെല്ല് അതിനകത്ത് വരുന്നത് ഒരു പ്രത്യേക ഒരു സാധനം. പേര് കേട്ട നല്ല ജാസ്മിൻ സാധനം തന്നെയാണ്. നല്ല ഊത് വാങ്ങിക്കൊണ്ട് വില പിടിപ്പുള്ള സാധനമാണ്. നല്ല ഊത് വില കൂടിയ സാധനം വാങ്ങി നിങ്ങളുടെ മയ്യത്തിന് പരട്ട്. അറബികളൊക്കെ കണ്ടില്ലേ, നല്ല ഊതൊക്കെ പുകച്ചിട്ട് അവരുടെ വസ്ത്രമൊക്കെ ഇങ്ങനെ അങ്ങോട്ടൊക്കെ വെച്ചൊക്കെ ഇങ്ങനെ നിന്ന് കൊടുക്കും. കാണാം. അങ്ങനെയൊക്കെ നമ്മുടെ പെണ്ണുങ്ങൾക്കൊക്കെ അങ്ങ് കാണിച്ചു കൊടുക്കണം അഭിപ്രായങ്ങളൊക്കെ. ഇതൊക്കെ ഇനി ഞാൻ മസാല പറയാൻ നിന്നാ എൻ്റെ മസാല മണിയറ രഹസ്യമായി പോവും. ഇതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ മനസ്സിലായില്ലേ? അറബികൾക്കൊക്കെ അതറിയാം. വീട്ടിലൊക്കെ പുകയ്ക്കുക, സ്ത്രീകളുടെ വസ്ത്രങ്ങളിലൊക്കെ പുകയ്ക്കുക, അവരെ കയ്യും കാലും ഒക്കെ ഒന്ന് പൊക്കിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് റാഹത്താക്കി ഇച്ചിരിയൊക്കെ പുകയൊക്കെ കയറുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ടാവും സംഭവം. അതൊക്കെ ഹദീ കിതാബിനകത്തുള്ള തന്നെ ഹദീസ് ഓതണോ? ഞാൻ ഇനി വെറുതെ തമാശ പറഞ്ഞിട്ട് എൻ്റെ ഹദീസ് ഓതുന്നില്ല, പോട്ടെ. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, പള്ളിയിലും നമ്മൾ ഇത് പുകയ്ക്കണം. പള്ളിയുടെ പരിസരങ്ങളെല്ലാം വൃത്തിയാക്കണേ, ശുദ്ധിയാക്കണേ, വെടിപ്പാക്കണേ. ബാത്റൂമുകളും പരിസരങ്ങളും ഒക്കെ നല്ല പള്ളിയാണ്, അടിപൊളി പള്ളിയാണ്. പക്ഷെ ബാത്റൂമിൽ കയറിയ എല്ലാം ചളവായി സംഭവം. ഒരാളെ പ്രത്യേകം നിർത്തണം കമ്മിറ്റിക്കാർ, ഒരാളെ പ്രത്യേകമായി നിർത്തണം. അങ്ങനെ നിർത്തി അതിനുവേണ്ടി പൈസ മാറ്റിവെക്കണം. പള്ളിയും പരിസരവും ബാത്റൂമും വൃത്തിയായി നോക്ക്. ലക്ഷോപലക്ഷങ്ങൾ വരുന്ന കഅബ ഷരീഫിലും മക്കയിലും മദീനയിലും ആ ഹറമൈനു ഷരീഫൈനിലെ ബാത്റൂമിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ലക്ഷങ്ങളാണ് വരുന്നത്, ദിവസം തോറും ലക്ഷങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇത് ആകെപ്പാടൊരു 12 പേര് മാസത്തിൽ കയറുന്നതാ. അവിടെയും കുറച്ച് ഉണങ്ങിയത്, ഇവിടെയും കുറച്ച് ഉണങ്ങിയത്, അവിടെയും കുറച്ച് പൊയില ചുരുട്ടിയിട്ടതുപോലെ കുറേ വീടിക്കുറ്റിയും, ഇവിടെ കുറച്ച് മുറുക്കാൻ തുപ്പലും, ഒരു വാറുപോയ ചെരുപ്പും, 2-3 പഴയ പുകാറ പിടിച്ച ബ്രഷും, കൊട്ടപ്പാക്ക് കച്ചവടത്തിന് പോകുന്ന 2-3 സഞ്ചിയും എല്ലാം കക്കൂസിന്റെ സൈഡില. അതൊക്കെ നമ്മൾ കാലുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ട് വേണം കുത്തിയിരിക്കാൻ. അപ്പൊ ചിലന്തി അകത്തൂടെ കയറും മുകളിലോട്ട്. കാരണം എന്താ നോക്കുമ്പോഴേ ചിലന്തി വില മൊത്തം ഇപ്പുറത്തിരിപ്പുണ്ട് സംഭവം. 12 പേര് കയറി ഉപയോഗിക്കത്തുള്ളൂ. 12 കല്ല, പുതിയതാ സംഭവം. പിന്നെ പ്രസംഗിക്കാൻ വരുന്ന ഉസ്താദ് ബാത്റൂമിൽ പോകണമെന്ന് കണ്ട നെല്ല് ഉസ്താദ് എന്ന് പറഞ്ഞിട്ട് അതിനെ സംഘാടകർ വലിയൊരു ബക്കറ്റ് വെള്ളവുമായിട്ട് ഒരു ചൂലുമായിട്ട് ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെ പോലെ ഇങ്ങനെ പോകും സംഭവം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയെങ്കിലും അൽഹംദുലില്ലാ അത് വൃത്തിയാകുമല്ലോ. കക്കൂസ് ഒന്ന് വൃത്തിയാക്കിക്കൂടെ? അത് കമ്മിറ്റിക്കാർ തന്നെ വേണമെന്നില്ല. നിസ്കരിക്കാൻ പോകുന്ന നിങ്ങൾക്ക് തന്നെയാകാം. ഞാനും പല കക്കൂസിലും കയറിയിട്ട് ഞാൻ നോക്കും, കക്കൂസിൽ ഇതിരിപ്പുണ്ടെന്ന്. ബ്രഷ് ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ കഴുകും, എന്താ പ്രശ്നം? നമുക്ക് തന്നെ കഴുകാം. പക്ഷെ ബ്രഷ് പോലും വെക്കൂലല്ലോ, ബ്രഷില്ല, പിന്നെ അങ്ങനെ കഴുകാൻ്റെ സംഭവം. നല്ല നല്ല ബാത്റൂം, നല്ല നല്ല ക്ലോസറ്റുകളാണ്. സൂക്ഷിക്കൂല, കഴുകൂല, വൃത്തിയാക്കൂല, അഴുക്ക് പിടിച്ചു കിടക്കുന്നു. അത് ഈ ജമാഅത്തിലെ കമ്മിറ്റി അംഗങ്ങൾ അത് പോയി പരിശോധിക്കണ്ടേ? ഖുർആൻ പറയുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ട് പറയുകയാണ്, വതഹിർ ബൈതിയ ലിത്തായിഫീൻ വൽ ആകിഫീൻ വറുകഇസ് സുജൂദ്. എൻ്റെ ഭവനത്തെ നമസ്കരിക്കുന്നവർക്കും സുജൂദ് ചെയ്യുന്നവർക്കും റുകൂഅ് ചെയ്യുന്നവർക്കും വേണ്ടി എൻ്റെ ഭവനത്തെ നീ ശുദ്ധിയാക്കി വൃത്തിയാക്കി സൂക്ഷിക്കണേ ഇബ്രാഹിമേ. അല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. ഇബ്രാഹിം നബി ഒരു പ്രവാചകൻ. അപ്പോൾ ആ പള്ളിയുടെ ഉത്തരവാദിത്തം വഹിക്കേണ്ടവരാരാണ്? ആരാണ് ആ പള്ളിയുടെ ഉത്തരവാദിത്തം വഹിക്കേണ്ടത്? ഇബ്രാഹിം നബിയെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്തെങ്കിൽ സൂറത്ത് തൗബയിലെ ഒരു മഹത്തായ ബൃഹത്തായ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മസ്ജിദിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരാണെന്ന് അല്ലാഹു തന്നെ പറയട്ടെ. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹ് വൽ اليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين.
അള്ളാഹുവിന്റെ ഭവനമാണ്, പടച്ചവന്റെ പള്ളിയാണ്, അള്ളാഹുവിന്റെ മാലാഖമാർ സാക്ഷ്യം വഹിക്കുന്ന ഗേഹമാ, ആകാശ ലോകത്തുള്ളവർക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്ന ഭവനമാണ്. ആ ഭവനങ്ങളുടെ പരിപാലകർ ആരായിരിക്കണം? അതിന്റെ ഖാദിമീങ്ങൾ ആരായിരിക്കണം? അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ആരായിരിക്കണം? പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാണ്, മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാകട്ടെ ആ പള്ളിയുടെ ഉത്തരവാദിത്തം വഹിക്കേണ്ടവർ. ഇല്ല ഇല്ല, അള്ളാഹുവിനെ കൊണ്ട് മാത്രം വിശ്വസിച്ചത് കൊണ്ട് മതിയാവുകയില്ല. പരിശുദ്ധമായ ഖുർആൻ വീണ്ടും പറയുകയാണ്, വൽ യൗമൽ ആഖിരി, നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാകട്ടെ ആ പള്ളിയുടെ ചുക്കാൻ പിടിക്കേണ്ടത്, പള്ളിയുടെ കമ്മിറ്റി ഓഫീസിന്റെ താക്കോല് കൈമാറേണ്ടത് അല്ലാഹയെ വിശ്വസിക്കുന്നവരാണ്. ലോകത്തുള്ള സകലമായ മനുഷ്യരും അല്ലാഹയെ വിശ്വസിക്കുന്നവരാ, ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്, ഏക ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷേ നാളെ ഒരു പുനർവിചാരണയുണ്ടെന്ന് വിശ്വസിക്കാത്തവർ അധികം പേരും നമ്മുടെ നാട്ടിലുണ്ട്. നാളെ ഒരു വിചാരണയുണ്ട്, നാളെ ഒരു പുനർജന്മമുണ്ട്. അവിടെ വിചാരണയാണ്, ഹിസാബാണ്, മീസാനാണ്. അവിടെ സ്വർഗമാണ്, നരകമാണ്. അവിടെ സിറാത്ത് എന്ന പാലത്തിലൂടെ കയറേണ്ടി വരും. അവിടെ വഞ്ചകന്മാരെ പിടിച്ചു നിർത്തപ്പെടും. അവിടെ ധർമ്മവും അധർമ്മവും വേർതിരിയുന്ന സ്ഥലമാണ്. സത്യവും മിഥ്യയും അവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. അവിടെ എന്താണ് ഹക്കും ബാത്തിലും അവിടെ വെല്ലുവിളിക്കുകയാണ്. ആ സന്ദർഭത്തെ, ആ മൈസറ വൻസഭയെ ആരാണോ ഭയപ്പെടുന്നത് അവർക്ക് നിങ്ങൾ പള്ളിയുടെ താക്കോല് കൈമാറണേ. ആഖിറത്തെ ഭയമില്ലാത്തവരുടെ കൈകളിൽ അല്ലാഹുവിന്റെ പള്ളിയുടെ താക്കോല് കൊടുക്കരുതേ, കൊടുക്കരുതേ. പരിശുദ്ധമായ ഖുർആൻ പൊതുസമൂഹമേ എന്നോടും നിങ്ങളോടും നൽകുന്ന താക്കീതാണ്. വിശ്വാസം മാത്രം പോരാ, മൻ ആമന ബില്ലാഹ് പോരാ. അള്ളാഹിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അള്ളാഹ് വിശ്വാസമുണ്ട്. അള്ളാഹ് വിശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല. പിന്നെ 2-3 ക്വാളിറ്റി പറയുന്നുണ്ട്. എന്തുവന്ന്? വൽ യൗമിൽ ആഖിർ, ആഖിറമുണ്ടടാ, ആഖിറമുണ്ടടാ. പള്ളിയിൽ നിന്നൊരു മുട്ടു സൂചി നീ കടത്തിക്കൊണ്ടുപോയവനാണെങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിൽ അത് ഹാജരാക്കാതെ ആദമിന്റെ മോനെ നിന്റെ പാദം നാളെ ചലിപ്പിക്കാൻ സാധ്യമല്ല. ഈ ദുനിയാവിൽ വെച്ച് ഏതെങ്കിലും കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തി പരിക്കേൽപ്പിച്ചാൽ പോലും ആ 2 ആടിനെയും മൈസറാ വൻസഭയിലേക്ക് ഹാജരാക്കുകയും കൊമ്പില്ലാത്ത ആടിനോട് അള്ളാഹു കൽപ്പിക്കുകയാണ്, ആ കൊമ്പുള്ള ആടിനെ കുത്തി നീ പരിഹാരം കാണണേ, പ്രതിഷേധം തീർക്കണേ, നിന്റെ അവനോടുള്ള വിദ്വേഷത്തിന് തിരശീലയിടണേ എന്ന് നീതിന്യായ കോടതിയുടെ മുന്നിൽ അള്ളാഹു ഈ കാണുന്ന മൃഗങ്ങളെ പോലും ഒരുമിച്ച് കൂട്ടുമെങ്കിൽ ആഖിറത്തെ കൊണ്ട് വിശ്വസിക്കാത്ത ഒരൊറ്റ മനുഷ്യന്റെ കൈകളിലും പള്ളിയുടെ താക്കോല് നിങ്ങളെ ഏൽപ്പിക്കരുതേ. പരിശുദ്ധമായ ഖുർആൻ അത് ഏൽപ്പിച്ചാൽ ഏൽപ്പിക്കുന്നവന്റെ അമലും അല്ലാഹു എടുത്തു കളയും. നമ്മളിപ്പോ കമ്മിറ്റിക്കാരെ ഏൽപ്പിക്കുന്നു, നിസ്കാരമില്ല, ഇബാദത്തുമില്ല, വഞ്ചകനും തമ്മാടികളുടെയും കൈകളിൽ നിഷ്പക്ഷമതികളായ ആളുകൾ ഏൽപ്പിക്കുന്നു എങ്കിൽ അവൻ ചെയ്ത തെറ്റിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവന് സപ്പോർട്ട് ചെയ്ത് അധികാരത്തിന്റെ കസേരയിലേക്ക് കയറ്റിയിരുത്തിയ ഈ സാധുക്കളായ നിങ്ങൾ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. മറു നിൽക്കാൻ പറയും. വാ, ആരാ ഇവരെ കയറ്റിയത്? ആ കമ്മിറ്റിയിൽ സപ്പോർട്ട് ചെയ്തവർ, കൈവക്കിയവരും വോട്ട് ചെയ്തവരൊക്കെ ഇങ്ങോട്ട് വാ, മറു നിൽക്കാൻ പറയും. പാവം പിടിച്ച ആജിയാരും പാവം പിടിച്ച കാക്കായും പാവം പിടിച്ച ഉസ്താവന്മാരൊക്കെ ഇങ്ങനെ വരിക്കി ഇങ്ങനെ നിൽക്കും. എന്തിനാ സംഭവം? ഇവനെ കയറ്റി കമ്മിറ്റിയിൽ കയറ്റിയിരുത്തി അവ അവിടെ അടിച്ചു മാറ്റി ഒരു പേപ്പർ കഷ്ണം, ഒരു മുട്ടുസൂചി എടുത്ത് മാറ്റിയിട്ടുണ്ടെങ്കിൽ നാളെ ഇത് അള്ളാന്റെ മുന്നിൽ കൊണ്ടുവരണം, ഇല്ലാതെ ഒരു രക്ഷയില്ല. കോടതി അതാ. അതുകൊണ്ട് അള്ളാഹ് മൻ ആമന ബില്ലാഹ് എന്ന് പറഞ്ഞു നിർത്തിയില്ല. രണ്ടാമത് പറഞ്ഞ വാക്കെന്താ? വൽ യൗമിൽ ആഖിർ, ആഖിറത്തെ കൂടി ഭയപ്പെടണമെന്നാ. തീർന്നില്ല. അത് മാത്രല്ല പറഞ്ഞു, പിന്നെയും പറഞ്ഞ വാക്കണ്ട, ഒന്നും കൂടെ അല്ല വീണ്ടും ഒന്നുണ്ട് അവസാനം പറയുന്നുണ്ട്. വലം യഖ്ശ ഇല്ലല്ലാഹ്, വലം യഖ്ശ ഇല്ലല്ലാഹ്. അവർ അല്ലാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും ഭയപ്പെടുകയേ ഇല്ല. നമസ്കാരം നിലനിർത്തുന്നവരാകണം, സാമ്പത്തികമായി
സാമ്പത്തികമായി കഴിവുള്ള കമ്മിറ്റിക്കാരാണെങ്കിൽ അവരുടെ സമ്പത്തിന്റെ 2.5% അള്ളാഹുവിന്റെ മാർഗത്തിൽ സദഖ ചെയ്യണേ, സകാത്ത് കൊടുക്കണേ. വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹുവിന്റെ ഭവനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത അവർ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരു മഖ്ലൂഖിനെയും ഭയപ്പെടുകയേ ഇല്ല. അവിടെയാണ് ഒരു പോയിന്റ് കൂടെ അള്ളാഹ് പറഞ്ഞത്. 2 പ്രാവശ്യം അള്ളാഹ് എടുത്തെടുത്ത് പറഞ്ഞു കമ്മിറ്റിക്കാരെ നോക്കിയിട്ട്, മൻ ആമന ബില്ലാഹ്, അള്ളാഹയെ ആഖിറത്തെ കൊണ്ട് വിശ്വസിക്കണം, വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹ് അല്ലാതെ മറ്റാരെയും പേടിക്കരുത്. 2 പ്രാവശ്യം അള്ളാഹ് എടുത്തു പറഞ്ഞു. എന്നിട്ടാണ് അവരോട് പറയുന്നത് നിസ്കരിക്കണം, നോമ്പ് കൊടുക്കണം, സക്കാത്ത് കൊടുക്കണം എന്നൊക്കെ. അത് വേറെ. ആദ്യവും അവസാനം അള്ളാഹ് പറഞ്ഞ വാക്ക് അള്ളാഹയെ പേടിക്കണം, ആഖിറത്തെ പേടിക്കണം, അള്ളാഹയെ പേടിക്കണം, ആഖിറത്തെ പേടിക്കണം, അള്ളാഹയെ അല്ലാതെ മറ്റൊരു ശക്തിയെ നീ പേടിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഈ പള്ളിയുടെ ഉത്തരവാദിത്തം നിന്റെ കൈകളിൽ അള്ളാഹ് ഏൽപ്പിച്ചത്. അവിടെ അടിച്ചു മാറ്റി അള്ളാഹ് വിടുവോ? നാളെ ഖിയാമത്ത് നാളിൽ ചില ആളുകളുടെ മലദ്വാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടി നാട്ടപ്പെടുമത്രേ. യുൻസബു ഇൻദസ്തി, അവന്റെ മൂലത്തിൽ കൊടി കുത്തി നിർത്തുന്ന ഒരു വിഭാഗം ആളുകളെ. എന്തിനാണ്? ഫയുഖാലു, പറയപ്പെടും, ഹാദിഹി ഗദ്റത്തു ഫുലാൻ ഇബ്നു ഫുലാൻ, ഇത് ഇന്നാരുടെ മകൻ ഇന്നാരെ വേദനിപ്പിച്ചവനാണ്, ഇന്നാരുടെ മകൻ ഇന്നാരുടെ പണം അടിച്ചു മാറ്റിയവനാണ്, ഇന്ന പള്ളിയുടെ പണം കട്ടുമൂട്ടിച്ചവനാണ്, ഇന്ന മസ്ജിദിന്റെ, ഇന്ന മദ്രസയുടെ, ഇന്ന യത്തീംഖാനയുടെ, ഇന്ന അറബി കോളേജിന്റെ, ഇന്ന പഞ്ചായത്തിന്റെ, മുനിസിപ്പാലിറ്റിയുടെ പണം അടിച്ചു മാറ്റിയവനാണ്. അവർക്കുള്ള ശിക്ഷയാണ് മഹ്ശറയിൽ ഒരുമിച്ച് കൂടിയ കോടാനകോടി ജനങ്ങൾ മുഴുവനും ഈ വഞ്ചകനെ തിരിച്ചറിയട്ടെ. അത് തിരിച്ചറിയുന്നതിന് വേണ്ടി അവന്റെ മലദ്വാരത്തിൽ പ്രത്യേകമായ ഒരു കൊടി നാട്ടപ്പെടുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുമ്മാന്നും അല്ല, നല്ല കമുങ്ങ് പോലെ ഇരിക്കുന്ന മൂലത്തിൽ കൊതു അള്ളാഹ് അടിച്ചു കയറ്റും. ആ ഒരു കമ്പ് എന്നിട്ട് വലിയൊരു കൊടിയും കുത്തിത്തരും. പള്ളിയുടെ എത്ര പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ടോ ക്യൂ നിൽക്കണവരൊക്കെ നാളെ മഹ്ശറിൽ. പള്ളിയുടെ മാത്രമല്ല, പള്ളി, മദ്രസ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, പൊതുസ്ഥാപനങ്ങളിലെല്ലാം എണ്ണം വരിക്ക് നിൽക്കണം. ശുഹദാക്കളെ പോലെ അള്ളാഹ് വിടൂല. ശുഹദാക്കൾ ചെയ്ത തെറ്റല്ല മാപ്പ് ചെയ്തു തരും. പക്ഷേ ഹക്കടപാടുകൾ അത് കൊടുത്തിട്ട് നീ അങ്ങോട്ട് സ്വർഗത്തിൽ പോയാൽ മതി. യുഗ്ഫറു ലിശ്ശഹീദി കുല്ലു ദൻബിൻ ഇല്ലാ ദൈൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശുഹദാക്കൾക്ക് അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കും, പക്ഷേ ഇടപാട് അല്ലാഹു പൊറുക്കുകയില്ല. അതാണ് ഇടപാടിന്റെ വിഷയത്തിൽ അല്ലാഹു ഉത്തരവാദിത്വമില്ല. നീ വ്യഭിചരിച്ചു, തൗബ ചെയ്ത് അല്ലാഹു പുറത്തുതരും. കള്ളു കുടിച്ചു, തൗബ ചെയ്ത് അല്ലാഹു പുറത്തുതരും. നിസ്കരിച്ചില്ല, തൗബ ചെയ്തു, അള്ളാഹ് ചോദിച്ചു, പുറത്തു തരാം, അള്ളാഹ് പുറത്തു തരാം. പക്ഷേ ഹക്കടപാട്, പൊതുമുതൽ കൈയിട്ട് വാരി പണം അടിച്ചു മാറ്റി, അത് തീർച്ചയായും അതിന്റെ സ്ഥാനത്ത് നീ കൊടുക്കാതെ അള്ളാഹ് പുറത്തരൂല. നീ 10 ഹജ്ജല്ല 100 ഹജ്ജ് ചെയ്താലും ശരി, ഹജ്ജ് അതിന് പരിഹാരമല്ല. ആരുടെയെങ്കിലും പണം വാങ്ങിയിട്ട്, കടം വാങ്ങിയിട്ട് മടക്കി കൊടുക്കാതെ മരണപ്പെട്ടു പോയാൽ ഹജ്ജോ തൗബയോ അതിന്റെ മുന്നിലൊരു പ്രായച്ചിത്തം അല്ലേ അല്ല. ആരാന്റെ ഹക്കടപാടുകൾ പൂർത്തിയാക്കാതെ പരിശുദ്ധമായ മക്കയിൽ കിടന്നാണ് നീ മരിച്ചതെങ്കിലും നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് വരുമ്പോൾ ആ പാവപ്പെട്ടവന്റെ ഹക്ക് നീ കൊടുത്തു വിടാത്ത കാലത്തോളം ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവർക്ക് പ്രവേശിക്കാൻ അനുവാദമേ ഇല്ല. സാക്ഷാൽ ഷഹീദായവർക്ക് പോലും. പിന്നെ ബാക്കിയുള്ള കാര്യം പറയണോ? പിന്നെ പള്ളിയിൽ നിന്ന് അങ്ങനെ പൈസ അടിച്ച് മറ്റേ പറയണോ? നഊദു ബില്ലാഹ്, അല്ലാഹു അക്ബർ. തീയ മക്കളെ, തീ. എൻ്റെ പൊന്നു മോനെ, നിനക്ക് എത്ര മയത്ത് നിസ്കരിച്ചാലും 100 കണക്കിന് ദുആ ചെയ്താലും അതുകൊണ്ട് യാതൊരു ഗുണം ഉണ്ടാവുകയില്ല. ഇന്നമാ ഉമ്മാറു മസാജിദില്ലാഹി ഹും അഹ്ലുല്ലാഹി വഖാസതുഹു. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയുടെ ഉത്തരവാദിത്തം ആരാണോ നിറവേറ്റിയത്, ആരാണോ അത് വഹിച്ചത്, അവര് നാളെ പ്രവാചകന്മാരുടെ പട്ടികയിലാണ്. അർശിന്റെ താഴ്ഭാഗത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകമായ സിംഹാസനം പണിത് കൊടുക്കുകയും ആ സിംഹാസനത്തിൽ അവർ ഉപവിഷ്ടരായിരിക്കുകയും അല്ലാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവരും ാണവർ.
ആര്? ഇന്നമാ ഉമ്മാറു മസാജിദില്ലാ, അല്ലാഹുവിന്റെ പള്ളികൾ അല്ലാഹയെ ഭയന്നുകൊണ്ട് ഭരണം നിലനിർത്തിയവർ, പരിപാലിച്ചവർ, ഖിദ്മത്ത് ചെയ്തവർ, അവർ അല്ലാഹുവിന്റെ ഏറ്റവും അടുത്ത ദാസന്മാരത്രേ. ഹും അഹ്ലുല്ലാഹി വഖാസത്തുഹു, അവർക്ക് നാളെ അർശിന്റെ തണലാണ്. അർശിന്റെ തണൽ കൊടുക്കും അല്ലാഹു തആല. അള്ളാന്റെ വീടാണ്, അള്ളാന്റെ പള്ളിയാണ്. പണ്ടൊക്കെ മഹാന്മാരായ സാലിഹ്യങ്ങൾ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിട്ട് പോകുമ്പോൾ ചെരുപ്പിടുന്നതിന് മുമ്പ് കാലൊക്കെ ഒന്ന് തള്ളി കുടഞ്ഞ്, കാലിൻ്റെ അടിയിലത്തെ മണ്ണൊക്കെ ഇങ്ങനെ കുടഞ്ഞിട്ടേ ചെരുപ്പിടുള്ളൂ. എന്ത്? പള്ളിയിലത്തെ മുറ്റത്തെ പൊടിയെങ്ങാനും എൻ്റെ വീട്ടിൽ വരാതിരിക്കാൻ വേണ്ടി അത്രയ്ക്ക് സൂക്ഷിക്കുമായിരുന്നു, അത്രയ്ക്ക് സൂക്ഷിക്കാൻ. ഇപ്പൊ പള്ളിയിൽ നിന്ന് ചെരുപ്പ് തന്നെ അടിച്ചുകൊണ്ട് പോവാ, ഇനി അവൻ്റെ മണ്ണ് തടക്കാൻ പോകുന്നു. ഇവൻ വല്ല ഗൾഫിൽ നിന്നങ്ങനെ കുറച്ച് വരും, അല്ല 1000-400 റിയാലിൻ്റെ ഒക്കെ ചെരുപ്പ് മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കാണും വെച്ച് അള്ളാഹുവെ പഠിച്ചവനെ ആദ്യമായിട്ട് നമ്മുടെ പള്ളിയിൽ പോകല്ലേ, ഈ വർക്കത്തായിട്ട് നല്ല ചെരുപ്പിൽ തന്നെ ഇട്ടുകൊണ്ട് പോകാമെന്ന്. പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തെ ആ സ്ഥാനത്ത് 2 തേഞ്ഞ് മാഞ്ഞ് എക്സ്പയർ 2 സിൽപ്പർ കാണും ഓടിയിരിക്കുന്നത്. പോയി 4000 രൂപയുടെ സാധനം പോയി. അപ്പം പിന്നെ ഉസ്താദ് ചെരുപ്പ് പോയിട്ട് ദുആ അർപ്പിച്ച ഒരേ ഒരു വ്യക്തി എൻ്റെ അടുത്ത് ഒരാളെന്ന് പറഞ്ഞു, അവൻ്റെ ചെരുപ്പ് കാണാതെ പോയി. 7000 രൂപയുടെ ചെരുപ്പായിരുന്നു ദുആ അറക്കാൻ പറഞ്ഞ ഉസ്താദ്. ഒരു ചങ്ങാതി എന്നോടൊന്ന് പറഞ്ഞു, ദ്വാരന്ന് കിട്ടി കേട്ടോ, ദ്വാരന്ന് കിട്ടി. അതാണ് അല്ല അവൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഭയങ്കര വിഷമം, ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ആ ചെരുപ്പ് വാങ്ങണം. ഷൂ വാങ്ങി 7000 രൂപയുടെ. പിന്നെ ഞാൻ പള്ളിയിൽ അനൗൺസ്മെൻ്റ് അത് മേടിച്ചോ മര്യാദ കൊണ്ട് കൊടുത്തോ, കാലിൽ കൂടെ പുക കയറുമെന്ന് പറഞ്ഞു. പിന്നെ 3 ആഴ്ച കഴിഞ്ഞ് കൊണ്ടിട്ട് പള്ളിയിൽ. അവൻ വന്നിട്ട് പറഞ്ഞു ഉസ്താദേ കിട്ടിയെന്ന്, അൽഹംദുലില്ലാഹ് സന്തോഷമായിരുന്നു. അത് ചിലരുടെയൊക്കെ ആഗ്രഹമല്ല, 2000-3000 രൂപ കൊടുത്തിട്ട് 2 ദിവസം പോലും ഇടാൻ പറ്റാതെ അത് ആരെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടുപോയാൽ. ഇവനൊക്കെ നാളെ മനുഷ്യരെ കൊണ്ടുവരേണ്ട ഈ ചെരുപ്പെല്ലാം. ഇത് കൊണ്ടുവരാതെ സ്വർഗത്തിൽ കയറാൻ പറ്റുമോ? പറ്റൂല, ഒരിക്കലും പറ്റൂല. അതുകൊണ്ട് പള്ളിയിലത്തെ പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് നമ്മുടെ കൈവശമായിപ്പോയാൽ, ഇപ്പോൾ ചില ആളുകൾ അവിടെ പോയിരുന്നിട്ട് ചുമ്മാ കമ്മിറ്റി ഓഫീസിൽ പോയിരിക്കും, പേനയൊക്കെ ഒരിക്കലും എടുത്ത് വെച്ച് ചുമ്മാ വരച്ചോണ്ടിരിക്കും, വെറുതെ വരച്ചോണ്ടിരിക്കും. ഇതോടെ മറ്റേ അസ്മാടയും മറ്റേ സുലൈമാൻ്റെയും കല്യാണക്കാരെയൊക്കെ എന്തായി? തലാക്കാർ ഒരു പേപ്പറും തന്നില്ല, അവർ പള്ളിയിൽ നിന്ന് അയച്ചെടുത്തു. ഇവൻ ചുമ്മാ വെറുതെ വരച്ചോണ്ടിരിക്കുക. ഈ 3 മിനിറ്റ് 4 മിനിറ്റ് ഈ പേന കൊണ്ട് വരച്ച് അത്രയും മഷി പാഴാക്കിയതിന് അള്ളാൻ്റെ മുന്നിൽ സമാധാനം പറയണം. കാരണം എന്താ? ബൈത്തുൽ മാലിലെ പേനയാണ്, എൻ്റെ പോക്കറ്റിലെ പേന അല്ല. പള്ളിയിലെ പേന ഇവനെ കളം വരയ്ക്കാനുള്ളതല്ല സംഭവം, മനസ്സിലായില്ലേ? ഇതെടുത്ത് വെച്ചിട്ട് വരച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ച് ഈ മഷി കളഞ്ഞതിൻ്റെ പേരിൽ അള്ളാൻ്റെ മുന്നിൽ സമാധാനം. ഭയങ്കര ഹിസാബ് എന്നൊക്കെ പറഞ്ഞാൽ കുറഞ്ഞ കാര്യമല്ല. ഹിസാബിനെ കുറിച്ച് മാത്രം സംസാരിക്കണം. നമ്മൾ പേടിച്ചു പോകും, 1 മണിക്ക് നിൽക്കില്ല. ഞങ്ങളൊക്കെ ഇമാമത്ത് ഭയങ്കര പേടിച്ചല്ലേ നിൽക്കുന്നത്. ആദ്യം പൊക്കുന്ന മൊയ്ലിയാക്കന്മാരല്ലേ, അതല്ലേ ഭയങ്കര പേടി. നമ്മളാകെ കുടുങ്ങി കിടക്കല്ലേ. പിന്നെ നമ്മൾ ഉള്ളതാണ് ഒക്കെ പറയണ്ടേ, മൊയ്ലിയാരാന്നും പറഞ്ഞ് പറയാതിരിക്കാൻ പറ്റുമോ? ഭയങ്കര പേടിച്ചിട്ടാ. എപ്പോഴും ഏറ്റവും വലിയ നരകം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇവർക്കാണെന്നാണ് പറയുന്നത്. അല്ലോ ഭയങ്കര പേടി. ഒരു ദിവസം രാത്രി ഞാൻ കരഞ്ഞു, പഠിച്ചനെ പേടിച്ച് ഈ പണിയെ നിർത്തിയാലോ എന്ന് ആലോചിച്ച് പോയി. ചെനി കച്ചവടത്തിന് പോലും കുഴപ്പമില്ല, ഹലാലായിട്ട് കച്ചവടം ചെയ്തൂടെ, ഹലാലായിട്ട് കച്ചവടം ചെയ്തൂടെ? നല്ല ഇടി കിട്ടായിരിക്കുമല്ലോ ആഖിറത്തിൽ. ഇവിടെ എന്ന് പറഞ്ഞാൽ മൊയ്ലിയാക്കന്മാർ കണ്ട് ഇടി കിട്ടാൻ നോക്കിയിരിക്കുക നാട്ടുകാർ, ഒന്ന് കണ്ട് ചിരിക്കാൻ. അവനെ കൊടറ, അവനെ കൊണിച്ചിരിച്ചാണ്ടോടെ കൊടു ആന, അല്ലാതെ പാവം പിടിച്ചവനൊന്നും ചെയ്യല്ല അല്ലാ എന്ന് പറയാൻ പോലും ആരുമില്ലല്ലോ അടച്ചവൻ. വാട്സാപ്പിനകത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടുമ്പോൾ അവൻ ആവശ്യം തന്നെയാണ്, അങ്ങനെ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്, നല്ല കൊടുക്കണം അല്ലേ? അങ്ങനെ ആഗ്രഹിക്കരുത്. ഒരാൾക്കൊരു വിഷമം വരാൻ നമ്മൾ പറയുന്നത്. എന്നെക്കുറിച്ച് എത്രയോ പേര് മോശമായിട്ട് പറയും, പറയട്ടെ, അവനും അള്ളാഹ് ആയിക്കോട്ടെ, നമ്മളെന്തിനാ പറയുമ്പോൾ? അവനും അള്ളാഹും ആയിക്കോട്ടെ, പടച്ചവനാണ് തീരുമാനിക്കുന്ന റബ്ബ്. നമ്മൾ പരിശുദ്ധമായ ഖുർആനും ഹദീസും മുതൽ സംസാരിക്കുന്നു, ചർച്ച ചെയ്യുന്നു. വാട്സപ്പിലൂടെയൊക്കെ ഇപ്പോൾ ഈ അടുത്ത സമയത്ത് വളരെ വിഷമമായിട്ട് എനിക്ക് കേൾക്കേണ്ടി വന്നു. വളരെ നികൃഷ്ടമായ നിലയിൽ ചില ഹദീസുകൾ എടുത്തുകൊണ്ട് ഞാൻ ചില ആയത്തുകളും ഹദീസുകളും സംഭവങ്ങളും പറഞ്ഞതിനെ നികൃഷ്ടമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ചില വാട്സപ്പുകൾ, അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഭാഷ കേട്ടിട്ട് മലപ്പുറംകാരാണ് ഞാൻ. ഇൻഷാ അല്ലാഹ് അവിടെ പോയി ഞാൻ കൊടുത്തോളാം, നല്ല കേസ് ഞാൻ കൊടുത്തോളാം. സംഭവം വളരെ നികൃഷ്ടമായിട്ട് ഒരാളെ ഒരു നികൃഷ്ടമായ ഭാഷ കേൾപ്പിക്കാൻ ആരാണോ അതിന് തയ്യാറായത്, ആ അറബി മണ്ണിൽ നിന്ന് ഈ മുഴുവൻ പേരും 1000-10,000 കേൾക്കുന്നതിൻ്റെ മുഴുവൻ ശിക്ഷ അവൻ അനുഭവിച്ചേ ചാവത്തുള്ളൂ, ശൈത്താൻ ആരായാലും. ഹദീസ് ഓതിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ആ ഹദീസിനെ നികൃഷ്ടമായിട്ട് കാണുന്നു, ഹദീസിനെ നിന്ദ്യമായിട്ട് അവൻ കാണുന്നു. അതാരായാലും ശരി, അത് ആഖിറത്തിൽ അനുഭവിക്കേണ്ടി വരും. ഒരു നന്മയ്ക്ക് വേണ്ടി. ഇപ്പം ഞാനിപ്പോൾ ഒരു വ്യഭിചാരം ഹറാമാണെന്ന് പറഞ്ഞു, ഞാൻ വ്യഭിചരിക്കുന്നു, അതിൻ്റെ പേരിൽ ഞാനും അള്ളാഹും തമ്മിലുള്ള ബന്ധമാണ്. പക്ഷേ ഈ ഉമ്മത്തിനെ മുഴുവനും നമുക്ക് അതിൻ്റെ പേരിൽ അയാളെ പറഞ്ഞ് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഉമ്മത്തിനെ മുഴുവനും നമ്മൾ അങ്ങനെ പറയാം, അത് തെറ്റല്ലേ? അത് വാട്സപ്പിലൂടെ വെറും വൃത്തിഹീനമായ നിലയിൽ എത്ര പെണ്ണുങ്ങൾ കേൾക്കും, എത്ര ആണുങ്ങൾ കേൾക്കും, നാട്ടിലുള്ളവർ മുഴുവൻ കേൾക്കും. ആ മീലിയാർ അവന് അയാൾക്ക് ഇത് വേറെ പറയാൻ വഴിയില്ല, അയാൾക്ക് വേറെ അത് ഏത് ബെഡായി അടിച്ചുവിടുക, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്
ആവശ്യമില്ലാത്ത വാക്കുകൾ, എത്ര നെറികെട്ട വാക്കുകളാണ് പറയാ. അസ്തഗ്ഫിറുല്ലാഹ് അൽ-അദീം. ഇതൊക്കെയാണ് സംഭവം. വേറെ ഒരു ജോലിയില്ല. ഇവനൊന്നും ജീവിതത്തിൽ ബർക്കത്ത് കിട്ടാത്തതിൻ്റെയൊക്കെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ആവശ്യമില്ലാതെ അത് നമ്മൾ ഫോർവേഡും ചെയ്യരുത്, അത് നമ്മൾ മറ്റൊരാളെ കേൾപ്പിക്കുകയും ചെയ്യരുത്. അതാണ് വേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സൂക്ഷിക്കണം. ഇമാമിനോട് ചോദിക്കും, മുഅദ്ദിനോട് ചോദിക്കും, മുതഅല്ലിമീങ്ങളോട് ചോദിക്കും, പ്രസിഡന്റിനോട് ചോദിക്കും, സെക്രട്ടറിയോട്, കമ്മിറ്റി അംഗങ്ങളോട് ചോദിക്കും, നിസ്കരിക്കാൻ വരുന്നവരോട് ചോദിക്കും. എല്ലാവരോടും ചോദ്യമുണ്ട്. ആരും രക്ഷപ്പെടാൻ പറ്റൂല. ഭയങ്കര പേടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ ഹിസാബിന്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, നബിയെ, അള്ളാഹ് പറഞ്ഞല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ലഘുവായിട്ട് വിചാരണ ചെയ്യുമെന്ന് അള്ളാഹ് പറഞ്ഞല്ലോ, പിന്നെന്തിനാ ഇവരെ ഇങ്ങനെ ഇടങ്ങേറാക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആയിഷ, ലഘുവായ വിചാരണ എന്ന് പറഞ്ഞാൽ വെറുതെ ഓരോരുത്തരുടെ ഗ്രന്ഥം എടുത്ത് വെച്ചിട്ട് അള്ളാഹ് ഇങ്ങനെ നോക്കിയിട്ട് അങ്ങോട്ട് വിടലാണ്. ചില പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ച് എമിഗ്രേഷനിലൊക്കെ പോകുമ്പോഴേ ചുമ്മാ ഇങ്ങനെ നോക്കിയിട്ട് വലിയ അടുത്ത പഠിച്ച സ്കൂളിലടുത്ത് എന്താ ജോലി, എന്താ പരിപാടി എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ ന്യായമൊന്നും പറയാതിരുന്ന അതെല്ലാം പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ അടിച്ചു വിടും. കൂടുതൽ ന്യായം പറയാവുന്ന അമ്മമാർ അങ്ങോട്ടും മറിച്ച് അവിടെ മറിച്ചുകൊണ്ട് വെച്ച് അത് ECNR അതുണ്ടോ ഇതുണ്ടോ അതിനകത്തോട്ട് കുത്തിയിട്ട് ആകെ ഇടങ്ങാറായി നമ്മളെ പോയി ഇങ്ങോട്ട് മാറുന്നില്ല, ഇപ്പോഴേ പോകേണ്ട വരട്ടെ തീർന്ന കുടുങ്ങി. അപ്പം പിന്നെ വേറെ